നമ്മുടെ ഇന്നത്തെ പരിപാടി ഡാർക്ക് ഫാൻറ്റസി മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ നമ്മൾ കുറേ അധികം ബിസ്ക്കറ്റ് വാങ്ങിട്ട് വന്നിട്ടുണ്ട്. ഒരു 500 ബിസ്ക്കറ്റ് ഉണ്ടാവും. ഇതൊരു കവറിനകത്ത് 6 പീസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുത് പിന്നെ വലുത് അങ്ങനെ മിക്സഡ് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിട്ട് വന്നത്. ടേസ്റ്റൊക്കെ ഒന്നാണ് അതിനകത്തുള്ളത്. എല്ലാ ബിസ്ക്കറ്റും ടേസ്റ്റ് ഒന്നാണ്. ഇത് ചെറുത്, ഇത് വലിയ ബോക്സ് ആണ്. ഇത് കുട്ടി ബോക്സാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് എന്താ പറയുക, ആ പാലും കൂടി ചേർത്തി പിന്നെ കുറേ സാധനങ്ങളും കൂടി ചേർത്തി ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ മിൽക്ക് ഷേക്ക്, ഡാർക്ക് ഫാൻറ്റസി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിനകത്ത് ചെറിയ ചെറിയ പാക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതല്ല, ഇത് വലിയ ബിസ്ക്കറ്റാണ്, ബിഗ്. അല്ല, ഓരോരോ പാക്കറ്റുകളായിട്ടാണ് ഡാർക്ക് ഫാൻറ്റസി വരിക. 6 പീസ് ഉണ്ടാവും. ഇനി അതൊന്നും പൊട്ടിച്ചെടുക്കണം അല്ലേ രതീഷേ? എന്താ മണമില്ല തുറക്കുമ്പോൾ തന്നെ. ഇത് ചെറുത് ഇട്ടാ രതീഷ? ചെറുത് വ്യത്യാസം ഉണ്ടല്ലേ? ഇത് വളരെ ചെറുതായിരിക്കുന്നത്. കഴിച്ചു നോക്കുന്നത് ഭയങ്കര ബിസ്ക്കറ്റാണോ? ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ഉണ്ടാവും അല്ലേ? ഇതാ ചോക്ലേറ്റ്. ഇതാണ് ഈ ഡാർക്ക് ഫാൻറ്റസിനെ ഭയങ്കര ഫേമസ് ആക്കുന്നത്. അടിപൊളിട്ടാ. ആ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൂടി അമ്മ പൊളിക്കുന്നത് ജ്യൂസ്. നല്ല ടേസ്റ്റ്. ഇത് 2 വലുതുണ്ട് കേട്ടാ. ഇത് വലിയ ബോക്സാണ്. ഇതിലെന്താ പ്രത്യേകം നോക്കണമല്ലോ. ഇതിൽ കുറേ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ 2 ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ആഹാ, ഇത് നിറയുണ്ടോ? അതാ നമ്മൾ വലിയ ബോക്സ് എന്നൊക്കെ പൊളിച്ചെടുത്തു. ഇനി ഇതിന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് ഈ ബിസ്ക്കറ്റിനെ പുറത്തിറക്കും. അതൊരു ടാസ്ക്കാണ്. ഇനിയാണ് കുറേ ബിസ്ക്കറ്റ് ഉള്ളത്. ഇത് വലുത് നല്ല വലുതാണ് ചോദിച്ചത്. അതെ അതെ, ചെറുതുമായിരിക്കും. ഇത് വലുത് നല്ല വലുപ്പമില്ലേ? അത് ചെറുതായി അതിൻ്റെ അടുത്ത് ചോദിക്കണം. ഇഷ്ടംപോലെ കവറായില്ലേ? കവറുകളുടെ കളി. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണം. മതി, കുറേ ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് പാലൊഴിക്കാം. ഇത് നല്ല മധുരമുള്ള ബിസ്ക്കറ്റാണ്. എങ്കിലും നമുക്ക് 1 സ്പൂണ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് എത്രയാണ് നോക്കാം നമുക്ക്. ബിസ്ക്കറ്റ് അല്ലേ? അടിപൊളി. പിന്നെ നല്ല കൂള് പോലെ ആയില്ലേ? ഇനി നമുക്ക് ഇതിലൊഴിക്കാം. അടിപൊളി.
ഭൂലോകം മണം. ഇനി ഇതിൽ 1-2 സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ഷേക്ക് കടയിൽ ഷേക്ക് മാറി നിൽക്കണം. കഴിയുമ്പോഴേക്കും ബിസ്ക്കറ്റൊക്കെ തരുമോ? അപ്പോൾ നമ്മൾ ഷെയ്ക്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് ഷെയ്ക്കിൽ 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. 1-2 സാധനങ്ങളും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഈ മെഷീൻ ഇട്ടൊന്ന് ഇതാക്കണം അല്ലേ. നമുക്ക് ഈ മെഷീൻ വെച്ച് നല്ലോണം അടിച്ചു കൊടുക്കണം. പക്ഷേ ഇത് ഐസ്ക്രീം ഒന്നല്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് കുടിക്കുന്നതിന് മുന്നേ ഗ്ലാസ്സിൽ ഒരല്പം ചോക്ലേറ്റ് സിറപ്പ് ആക്കുക. ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് ഒഴിക്കാം. എന്താ നമ്മുടെ ഷേക്കിൽ എഴുതിച്ചേ? ഇത് ദുബായില്ല, അബുദാബി ഷേക്കാണ്. അതെ, പൊളിയല്ലേ സംഭവം? നോക്ക്, അടിപൊളി. ഇതിപ്പോ ദുബായ് ഷേക്ക് മാറി നിൽക്കും. ഇത് ഐസ്ക്രീം, ഒരു മുകളിൽ കുറച്ച് വീണ്ടും സിറപ്പ്. സംഗതി ഇപ്പോൾ കടക്കാർ കണ്ട ഞെട്ടു വന്നോ. ഇനി ഒരു സ്ട്രോ ഇട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ 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 ഇടാം. ആഹാ, ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി മിൽക്ക് ഷേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. മോനെ, എങ്ങനെയുണ്ട്?
അടിപൊളിയല്ലേ? സംഭവം സൂപ്പർ ഇട്ടാ. നമ്മൾ ഐസ് കിട്ടുമ്പോൾ ശരിക്കും ഇത് ഒറിജിനൽ ഷാർജ ഷേക്കും അബുദാബി ഷേക്കൊക്കെ മാറി നിൽക്കും. ദുബായ് ഷേക്ക് മാറി നിൽക്കും. സംഭവം പൊളിയിട്ടാ. കലക്കി കുടിക്കണം. അതെ, പക്ഷേ എന്ത് സംഭവം അറിയോ, ഇത് ഇരുന്ന് തൊലിച്ച് മതിയായി. ഇത് കുറേ സാധനം ഉണ്ടായിരുന്നത്. അതെ അതെ, ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഓവർഫ്ലോയിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടി പോവാണ്. നമ്മളവിടെ വീഡിയോ ഒന്നും എടുക്കില്ല. നമ്മൾ ഓവർഫ്ലോയിലേക്ക് നമ്മൾ ഇതിന് ഐസ്ക്രീമും സാധനങ്ങളൊക്കെ കൂടി നമുക്ക് പാർസലാക്കി നമുക്ക് കൊടുത്തു വിടാം. സംഭവം എന്നാലും ഒരു അടിപൊളി സംഭവം. ഒന്നൊന്നര സാധനം. എങ്ങനെയുണ്ട് അച്ചു? അടിപൊളി. അടിപൊളി അല്ലേ? അതെ, നമ്മൾ വിചാരിച്ചേക്കാൾ സൂപ്പർ. വേറൊരു കാര്യം, പഞ്ചസാര ചിലതിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഇട്ടില്ല അല്ലേ? എന്നിട്ട് നല്ല കറക്റ്റ് മധുരം. കാരണം ആ ബിസ്ക്കറ്റ് ഭയങ്കര മധുരമാണ്. നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്തപ്പെട്ട മധുരമായിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം അടിക്കുമ്പോൾ 1 പ്രാവശ്യം പഞ്ചസാര ഇട്ടു അല്ലേ? അങ്ങനെ ഞങ്ങൾ പഞ്ചസാരനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. സംഭവം അടിപൊളി. 1-2 ഗ്ലാസ് കുടിച്ചോ. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളി സാധനം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ് ബായ്. ബായ് പറയാം, നമ്മൾ അത് ആക്കുന്നുണ്ട്. ആ വേറെ പാത്രത്തിലാക്കുന്നുണ്ട് അല്ലേ? എന്നിട്ട് നമുക്ക് ബായ് പറയാം. നമ്മൾ വട്ട ചെയ്യുന്നതിനെ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തുളുമ്പി പോകും. ആഹാ, അവിടെ ഓർഫണേജ് കുട്ടികളൊന്നും ജ്യൂസ് കുടിക്കുന്ന മരിക്കുന്നത് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് സാധനം. പിടിച്ചോ. അപ്പോൾ നമുക്കിത് അവർ കൊണ്ട് കൊടുക്കാം.